ഈ വീഡിയോ ഒരു വാൾപേപ്പറിനെ കുറിച്ചാണ്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കടയിലൊക്കെ ഉപയോഗിക്കാവുന്ന ചുമരുകൾ പതിപ്പിക്കാവുന്ന വാൾപേപ്പറുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഈ ഇൻട്രോ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്ന ഇത് തന്നെയാണ് ആ വാൾപേപ്പർ. ഞാൻ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാനതിൻ്റെ ഇൻട്രോ ഇടാൻ പോകുന്നത്. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഒരു ഷീറ്റിന് 179 രൂപയായിരുന്നു അതിനകത്ത് കണ്ടത്. 45 സെൻറ്റിമീറ്റർ വീതിയും 5 മീറ്റർ വീതിയുമുണ്ട്. അതിന് 5 മീറ്റർ നീളമുണ്ട്. 45 സെൻറ്റിമീറ്റർ വീതി, 5 മീറ്റർ നീളം. അപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള ഒരു ചുമരിലേക്ക് 5 പാക്കറ്റ് വേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ പുറകിൽ കാണുന്ന ഇതിലേക്ക് 5 ഷീറ്റാണ് മേടിച്ചത്. ഏകദേശം 100 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അപ്പോൾ അത് പതിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഞാൻ പതിപ്പിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വാൾപേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബ്രിക്ക് ടൈപ്പാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് പിന്നീട് അത് പതിപ്പിച്ചതിന് ശേഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജോയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ കുഴി ഉണ്ടെങ്കിലും ഒക്കെ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെടുകയില്ല. എൻ്റെ പുറകിൽ തന്നെ ഞാൻ ഒരു ഷെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ വിട്ടിരുന്നു. അതിൽ പിന്നീട് ഷെൽഫൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കവർ ചെയ്ത സമയത്തൊന്നും അത്ര പെട്ടെന്ന് അറിയുന്നിരുന്നില്ല. പിന്നെ മാത്രമല്ല, നമ്മളിത് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് മേലെ നിന്ന് താഴേക്കാണ് ഇതിൻ്റെ ഷീറ്റ് വിരിച്ചത്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് മേൽഭാഗം അല്പം ചെരിയ ഒരു മില്ലിമീറ്ററൊക്കെ ചെരിഞ്ഞാൽ പോലും താഴേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണും. അപ്പോൾ ചിലപ്പോൾ അടുത്ത ചുമരിലേക്ക് കുറച്ച് കയറി നിൽക്കുകയോ, അല്ലെങ്കിൽ ഈ ചുമരിൻ്റെ ഒരു ഭാഗം ഈ പേപ്പർ ഒട്ടിക്കാൻ തികയാതെ കുറച്ച് ഭാഗം ഗ്യാപ്പായിട്ട് കിടക്കുകയോ ചെയ്യും. അപ്പോൾ ഈ ഒരു ബ്രിക്കിന് ഇത് കുറച്ച് ഡാർക്ക് കളറുമാണ്, മാത്രമല്ല നിറയെ ഡിസൈൻസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാപ്പുകളും ഒക്കെ ഇതിൻ്റെ പീസ് തന്നെ ഉപയോഗിച്ച് വെട്ടി നമുക്കത് അവിടെ അടയ്ക്കാൻ സാധിക്കും. നേരെ മറിച്ചൊരു പ്ലെയിനായിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്ലെയിനകത്ത് ഒരു 1-2 പൂക്കളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമുള്ള ഡിസൈൻസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടി പോയാൽ. കാരണം ഫോട്ടോയിലുള്ള പൂവിൻ്റെ ഒരു പകുതി ഭാഗം വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബാക്കി ഭാഗം നമ്മളത് ചേർത്ത് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതേ പീസ്, അപ്പോൾ ഒരുപാട് വാൾപേപ്പറൊക്കെ വേസ്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷമാണ് എനിക്കിതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തോന്നിയത്. നമുക്ക് ഗ്യാപ്പുകളോ അല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങളൊക്കെ അടയ്ക്കുന്നതിനും ഫില്ല് ചെയ്യുന്നതിനും ജോയിൻറ്റുകൾ ഒട്ടിച്ചു കൊടുക്കുന്നതിനൊക്കെ ഈ ഒരു ഡിസൈനിൽ എനിക്ക് നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിൽ പലപ്പോഴും അത് ചെയ്തിട്ടുമുണ്ട്. പലയിടത്തും ഗ്യാപ്പ് വന്ന സമയത്തൊക്കെ പീസുകൾ എടുത്ത് ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ അത് കാണില്ലെങ്കിലും അതെനിക്കറിയാം ഞാനത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുത്തതിൽ എനിക്കിപ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത്. വാൾപേപ്പർ ഞാൻ നിവർത്തിയിട്ടുണ്ട്. ഇതിന് ഭയങ്കര ലെങ്ത്താണ്. വീതി അധികം ഇല്ലെങ്കിലും നീളം 4.5 മീറ്റർ നീളമുണ്ട്. മാത്രമല്ല ഇത് ചുളിവുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവിടെയൊക്കെ ചുളിവാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പേപ്പർ വെറുതെ നിവർത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോൾ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചുളിവുകൾ വരും. പക്ഷേ ഇതിൻ്റെ കൂടെ സ്റ്റിക്കറും കൂടി ഒട്ടിക്കുന്ന സമയത്താണ്, സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് 2 പേപ്പറായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് റോൾ ചെയ്യുന്ന സമയത്ത് ഈ ചുളിവുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിവർത്തിയിട്ട് നമ്മൾ ചുമരിൽ ഒട്ടിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ചുളിവുകൾ അങ്ങനെ കിടക്കും, നമ്മൾ ഒട്ടിച്ചതിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈപ്പർ പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ചുളിവുകൾ തീരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് കൈ കൊണ്ട് മാത്രം ഒട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ കുട്ടിവിളകൾ ഉപയോഗിച്ച് ചുമരൊക്കെ ഒന്ന് സ്മൂത്താക്കാനുണ്ട്. ഞാനത് കാണിക്കുന്നില്ല, കാരണം ഭയങ്കര ശബ്ദമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളെ കാണിക്കാം. ഈ ചുമരിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ കാണുന്നവരെ നിങ്ങൾക്ക് അറിയാലോ, ലോകപ്രശസ്തരായ കൊറിയൻ ഗായകർ BTSൻ്റെ ചിത്രങ്ങളാണ് ഇത് കാണുന്നത്. എൻ്റെ മോള് അവരുടെ ഒരു ഫാനാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചുമരിൽ അതൊക്കെ ഒട്ടിച്ച് വെച്ചു. അപ്പം ഞാനിത്
ഇങ്ങനെ താഴേക്കാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. മേലേന്ന് ഇങ്ങനെ താഴേക്ക്, മേലേന്ന് താഴേക്ക് തന്നെ ആകെ 3 മീറ്ററേ ഉള്ളൂ. ഇത് 4.5 മീറ്റർ ഉണ്ട്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1.5 മീറ്റർ പിന്നെ അതൊന്ന് മുറിച്ചെടുക്കേണ്ടി വരും. പിന്നെ അത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി തുടങ്ങാൻ പോവുകയാണ്. അതിന് സ്റ്റിക്കർ അതിൻ്റെ തന്നെ അഴിക്കണം. ആദ്യത്തെ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ചുളിവുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അത് അറിയാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോൾ തോന്നുന്നത് ഇത്തരം ഡാർക്ക് കളറുകൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. കാരണം എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് നമുക്ക് കഷ്ടം എടുത്ത് ഒട്ടിക്കാൻ പറ്റും. ഈ കോർണറിലൊക്കെ കുറേശ്ശെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇതിൻ്റെ കഷ്ടം എടുത്തിട്ട് വീണ്ടും അവിടെയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കണം, വൃത്തികേടുകൾ കുറയ്ക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഫസ്റ്റ് ഷീറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷീറ്റിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ സ്റ്റിക്കർ ആദ്യം നീക്കണം. ചിലയിടത്തൊക്കെ ചുളിയുന്നുണ്ട്. അതിൽ മാക്സിമം ചുളിവ് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതാ നോക്കൂ, ഇത്രയും ആയിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു 50% പോലും ആയിട്ടില്ല. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി ചെയ്യാറുണ്ട്. ഇതാ നോക്കൂ, ഇപ്പോഴത്തെ ഒരവസ്ഥ ഇതാണ്. ഇനി കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ലൈറ്റിൻ്റെ ഗ്ലയർ അടിക്കുന്നുണ്ട്. ചില്ലറ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഇത്തരം എന്താ പറയുക, ചുമരിലുള്ള ഡിപ്സും ഒക്കെയാണ് പ്രശ്നമാകുന്നത്. അതുകൊണ്ട് നമുക്ക് പേപ്പർ മുറിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി കുറച്ച് ഭാഗം കൂടി ചെയ്യാനുണ്ട്. വാൾപേപ്പറിൻ്റെ ഒട്ടിക്കുന്ന ജോലി പൂർത്തിയായിരിക്കുകയാണ്. ഒരു ചുമര് കംപ്ലീറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇട്ടുണ്ട് അപ്പുറത്ത്. അതിൻ്റെ ഒരു ഗ്ലയർ ചുമരിലടിക്കുന്നത് ചിലപ്പോൾ പക്ഷേ ഇത് ക്വാളിറ്റിയെ ബാധിച്ചേക്കാം. ആ ഗ്ലയർ അടിക്കുന്നത് ശരിയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, പലപ്പോഴും ഈ ചുമരിൽ എന്തെങ്കിലും ഡിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, കുഴികളും ഉയർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പേപ്പർ ഒട്ടിക്കുന്നതിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടായിരിക്കും വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കേസിംഗ് ക്യാപ്പിങ്ങിൻ്റെ അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം, എന്നാലേ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു പൊള്ളച്ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ പലയിടത്തും അത് അമർത്തി വെച്ച സമയത്ത് ചിലയിടത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതിൻ്റെ തന്നെ പീസ് വെച്ച് ഞാൻ അടച്ചിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് ഇപ്പോഴും ഞാൻ ചെയ്ത സമയത്ത് ബാക്കി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്.
അതേപോലെ അവിടെ മേലെയും കാണാം, അവിടെ ഇങ്ങനെ ഗ്യാപ്പായിട്ട്. അപ്പോൾ അതിൽ ഈ പീസൊക്കെ ഉണ്ട്. ഞാനത് കാണാതെ പോയതായിരുന്നു. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് ചോദിച്ചത്, പക്ഷെ അത് നടന്നില്ല. ഇവിടെയൊക്കെ അവിടെയൊക്കെ ചെറിയ പീസ് വെച്ച് അടച്ചാൽ മതി, തീരെ അറിയില്ല. ഞാൻ പലയിടത്തും വെച്ച് അടച്ചിട്ടുണ്ട്, പക്ഷെ ചില ഭാഗങ്ങളിൽ അത് കാണാതെ പോയതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു, ചെയ്തത് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്നുള്ളതിന്. ഓക്കെ.